യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവീക സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 73-ാം സങ്കീർത്തനം 23-ാം തിരുവചനം. ഞാൻ നിരന്തരം അങ്ങയോട് കൂടെയാണ്, അവിടുന്ന് എൻ്റെ വലത് കൈ ഗ്രഹിച്ചിരിക്കുന്നു. നമ്മളെല്ലാം ഇന്നത്തെ ദിവസം ബലപ്പെടുത്തുന്ന ദൈവവചനമാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കരങ്ങളിലേക്ക് തന്നിരിക്കുന്നത്. ദൈവമായ കർത്താവ് നിങ്ങളുടെ ഓരോരുത്തരുടെയും വലത് കൈ മുറുകെ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ വീണു പോകാതിരിക്കാൻ, കൂട്ടം തെറ്റിപ്പോകാതിരിക്കാൻ, ശത്രു നിങ്ങളെ തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ, നിങ്ങളുടെ സംരക്ഷണത്തിനായിട്ട് കർത്താവ് നിങ്ങളുടെ വലത് കൈ പിടിച്ചിട്ടുണ്ട്. ഒന്നിനെ ഓർത്തും ഭയപ്പെടേണ്ട. അടുത്ത നിമിഷത്തെ ഓർത്ത്, നാളെയെക്കുറിച്ച് ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ആ ദൈവമായ കർത്താവ് തൻ്റെ വചനമയച്ച് ഈ ഭൂമിയെ സൃഷ്ടിച്ചതുപോലെ തൻ്റെ മകനെ പോലും നമുക്ക് നൽകുവാൻ തക്കവിധം അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്ന പിതാവാണ്. ആ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ ഭയമില്ലാതെ സന്തോഷത്തോടെ ഒരു കൊച്ചുകുട്ടി അപ്പൻ്റെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ ഇവിടെ സ്നേഹനിധിയായ പിതാവ് തൻ്റെ മക്കൾ ആരും തന്നിൽ നിന്ന് വേർപെട്ടു പോകാതിരിക്കാൻ, അടർന്നു പോകാതിരിക്കാൻ അവരുടെ ഓരോരുത്തരുടെയും കൈ പിടിച്ച്, വലത്ത് കൈ പിടിച്ച് നടത്തുന്ന ഒരു ദൈവം. ആ ദൈവമാണ് നമ്മുടെ ജീവനുള്ള കർത്താവ്. ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ ദൈവത്തോടാണ് നമ്മുടെ പരിഭവങ്ങൾ നമ്മൾ പറയുന്നത്. ആ ദൈവമാണ് നിൻ്റെ ഇതുവരെയുള്ള എല്ലാ നേട്ടങ്ങൾക്കും കാരണം. നമുക്കൊരു നിമിഷം പൂർണ്ണമായി ആ ദൈവത്തിന് വിട്ടുകൊടുക്കാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. ലോകസമാധാനത്തിനു വേണ്ടി, കുടുംബസമാധാനത്തിനു വേണ്ടി, മക്കളുടെ അനുഗ്രഹത്തിനായി, മക്കൾ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കൈ പിടിച്ചിരിക്കുന്ന ദൈവത്തോട് നമുക്ക് എന്തും പറയാം. അവിടുന്ന് അത് കേൾക്കും, അത് സാധിച്ചു തരും. ലോകസമാധാനത്തിലെ യുദ്ധങ്ങൾ ഒഴിവാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എൻ്റെ കർത്താവും രക്ഷകനും നാഥനും ഈ ലോകത്തിൻ്റെ എല്ലാം ദൈവവുമായ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.